സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ശക്തമാക്കി. പലയിടങ്ങളിലും ഓണം മഴ കൊണ്ടുപോയി. 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകം കരുതുക. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, നാളെ എന്തെങ്കിലും പ്രത്യേക മുന്നറിയിപ്പുകളുണ്ടോ? ജാർഖണ്ഡിന് മുകളിലായിട്ട് ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിച്ചിരുന്നത്. ഇന്നും ഇപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ 4 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ ജില്ലകളിലൊക്കെ തന്നെയും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇപ്പോൾ 9 ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ 9 ജില്ലകളിലാണ് ഇന്ന് അലർട്ട് ഉള്ളത്. അത് മാത്രവുമല്ല, ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ പലയിടങ്ങളിലും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ മത്സ്യബന്ധനത്തിനും ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്നാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെ പുലർച്ചെ വരേക്കും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസം മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം. കടലിലിറങ്ങിയുള്ള വിനോദങ്ങൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽക്ക് തന്നെ മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ ഒരു ജില്ലകളിലും നൽകിയിട്ടുമില്ല. താങ്ക് യു. സാന്ത്വന സജു ആണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ തീരത്ത് നിന്ന് വെള്ളം ഇറങ്ങിപ്പോകും. വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കും കടലങ്ങ് മാറിപ്പോയി എന്ന് വിചാരിക്കും. ഇന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാൻ പോയാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചാ തിര കയറി വരും. ഇതാണ് കള്ളക്കടൽ പ്രതിഭാസം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തീരത്ത് കാണുന്നുണ്ട്.